ഓക്കെ ഒരു മെസ്സേജ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ആരാ നോക്കി മീഷോ ഗൈസ്, മീഷോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗർ ജിഷ്ണു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഗൈസ്, നമ്മള് കുറച്ച് ബ്രാൻഡ്സിന് ഗൈസ് അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ അങ്ങോട്ടൊക്കെ പോവാണ് ഗൈസ്. വേറൊന്നല്ല, നമ്മൾ ചോദിക്കും ഗൈസ് നമ്മളായിട്ട് കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടോ, നമ്മൾ ചില ബ്രാൻഡ്സിനോട് ചോദിക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പെയ്ഡ് കൊളാബൊക്കെ ഇല്ലേ, അങ്ങനെ കുറച്ച് കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടോ, കുറച്ച് നമ്മൾ ഫേമസും പിന്നെ എന്താ പറയുക ഒരു മിഡിൽ നിൽക്കുന്നതും പിന്നെ കുറച്ച് താഴെ കയറി വരുന്ന ബ്രാൻഡ്സോട് നമ്മൾ ചോദിക്കാൻ പോവാണ് കൊളാബ് താല്പര്യമുണ്ടോന്ന്. ഏതെങ്കിലും ബ്രാൻഡ് നമ്മളെ കൊളാബ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു നോക്കാം ഗൈസ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഏതെങ്കിലും ഒരു കൊളാബ് നമുക്ക് കിട്ടുമോ ഗൈസ്. അങ്ങനെ നമ്മളൊരു 10-15 എന്താ പറയുക ബ്രാൻഡ്സിനോട് നമ്മൾ ചോദിക്കാൻ പോവാണ് ഗൈസ് കൊളാബ് താല്പര്യമുണ്ടോന്ന്. ഓക്കെ, ഏതെങ്കിലും ബ്രാൻഡ് നമുക്ക് റിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഓൺ ദ വീഡിയോ. പിന്നെ ഇങ്ങനത്തെ അടിപൊളി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ഓൺ തന്നെ ചെയ്തോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്നതാണ്. ഈ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒട്ടുമിക്ക ചെറിയ ചെറിയ ബ്രാൻഡ്സ് ഉണ്ടാവില്ലേ, ചെറിയ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ തുടങ്ങി വരുന്ന ബ്രാൻഡ്സ്, പിന്നെ കുറച്ച് ഫോളോവേഴ്സ് ഇല്ലേ, പിന്നെ ഫേമസ് ബ്രാൻഡ്സ് ആയ ഫ്ലിപ്കാർട്ട്, അതേപോലത്തെ കുറച്ച് ബ്രാൻഡ്സിലാണ് നമ്മൾ മെസ്സേജ് അയക്കാൻ പോകുന്നത്. എന്ന് നമ്മൾ അയക്കാൻ പോകുന്നത് വെച്ചാൽ ലെറ്റ്സ് ഗോ ഡു ആൻ ഇൻസ്റ്റാഗ്രാം കൊളാബ്. ഓക്കെ, ഒരു കൊളാബിന് താല്പര്യമുണ്ടോ, ഇൻസ്റ്റാഗ്രാം കൊളാബിന് ആരും ഇൻട്രസ്റ്റഡ് ഇൻ കൊളാബിങ് വിത്ത് മീ, എൻ്റെ കൂടെ കൊളാബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അത് എൻ്റെ ഐ വിൽ കൊളാബ് വിത്ത് യുവർ പ്രൊഡക്ട്സ്, ഞാൻ അവരുടെ പ്രൊഡക്ട്സ് വെച്ച് ഞാൻ കൊളാബ് ചെയ്യുമെന്നും കൂടി പറയണ്ടേ. ഏതെങ്കിലും ഒരു കൊളാബ് നമുക്ക് കിട്ടുമോ നോക്കാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ട് 1000-ന് മേലെ ഫോളോവേഴ്സ് ഉണ്ട്. ചെറിയ ഫോളോവേഴ്സ് ആണത്, നമ്മളെ കൂട്ടി വരുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് വേണം, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ. ഓക്കെ, ആരും ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് പറയും പ്ലീസ് ഗീവ് റിപ്ലൈ. ഇങ്ങനെ കുറച്ച് ബ്രാൻഡ്സ് നമ്മൾ അയക്കാൻ പോകാണ്. ഒരു ബ്രാൻഡ് നമുക്ക് റിപ്ലൈ ചെയ്ത് നോക്കാം. ചില ചെറിയ ബ്രാൻഡ്സും ഉണ്ട്, ചെറിയ മിഡിൽ ക്ലാസ് ബ്രാൻഡ്സും ഉണ്ട്, ചെറിയ വലിയ ബ്രാൻഡ്സും ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ എന്ത് മെസ്സേജ് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം മെസ്സേജ് അയക്കാൻ പോകുന്ന വെച്ചാൽ ഒരു ടിനി ടോയ്സ് സ്മൈൽസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് അയക്കുകയാണ്. ഇതാണ് ഞാൻ ആദ്യം കണ്ട ബ്രാൻഡ് ഗൈസ്. വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ട ബ്രാൻഡിങ് അയക്കുകയാണ്. ഓക്കെ, അവർക്കായിരിക്കും നമ്മൾ ആദ്യം മെസ്സേജ് അയക്കാൻ പോകുന്നത്. ചോദിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്ത ആളിലേക്ക് കിടക്കാം. അടുത്ത ബ്രാൻഡിങ് അയക്കുകയാണ് ഗൈസ്. അറ്റ്ലാന്റ് ഇരിട്ടി പറഞ്ഞ ബ്രാൻഡിങ് അയക്കുക. ഇത് എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള ബ്രാൻഡിങ് അയക്കുകയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് അവർക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കാം. അവർക്ക് ഒരു 10K+ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമുക്ക് വെറുതെ ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുക, അല്ലാണ്ട് എനിക്ക് കൊളാബ് അത്യാവശ്യമായിട്ടൊന്നുമല്ല. ഓക്കെ, നമ്മളപ്പോൾ അവർക്ക് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഗൈസ് അടുത്ത ബ്രാൻഡിങ് അയക്കുകയാണ്. എന്നാൽ ഗൈസ് പേര് വേൾഡ് ഓഫ് 10X എന്ന് പറഞ്ഞ ബ്രാൻഡിങ് അയക്കുക. ഇതൊന്നും ടാറ്റപ്പൊടി അങ്ങനെ എന്തോ ബ്രാൻഡിങ് അയക്കാൻ തോന്നി. ഇതൊന്നും കേരളത്തിൽ തന്നെ ഇല്ലാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങനെ കണ്ടേരെല്ലാവർക്കൊന്ന് ഇത് സേവ് ആക്കി വെച്ചാൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവർക്കും അയച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരാൾ നമുക്ക് റിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഗൈസ് അടുത്തൊരു ഇന്ത്യ എന്ന് കേരളത്തിന് പുറത്തുള്ള ഒരു ഇത് ബ്രാൻഡാണ് തോന്നുന്നത്. ഞാൻ ഇന്ന് കേരളം അങ്ങനെ നോക്കിയില്ല, വെച്ചങ്ങ് മെസ്സേജ് തന്നെ. ഇവരെ പേര് വെച്ച ഗൈസ് മോറിഫൈ ആയുർവേദ എന്ന് കഴിക്കുക. എന്തോ ഹെയർ എന്ന് പറഞ്ഞിട്ട് എണ്ണയില്ല തലയിലെ താരം കൊണ്ട് അങ്ങനത്തെ സംഭവം എനിക്കാണ്. ഓക്കെ, നമുക്ക് ഞാൻ ചോദിച്ചു നോക്കാം. ഇവർക്ക് 100 ചില്ലറ ഫോളോവേഴ്സ് ഇല്ലോ ഇൻസ്റ്റയില്. ഓക്കെ, നമ്മൾ ചെറിയവർ വലിയവരൊന്നുമില്ല, എല്ലാവരും അയക്കലാണ് കാണുന്നത്. അപ്പോൾ അടുത്ത ബ്രാൻഡിങ് അയക്കുകയാണ് ഗൈസ്. എന്ത് വെസ്മേര എന്ന് കഴിക്കാണ് പേര് വരുന്നത്. ഇവര് ഗൈസ് ഒരു 200 ഫോളോവേഴ്സ് കഴിക്കില്ല, കേരളത്തിൽ തന്നെയാണ് വരുന്നത്. കാലിക്കറ്റിലും കഴിക്കാണ്. നമുക്ക് നല്ല ഇവർക്കും അയച്ചു നോക്കാം. ലെറ്റ്സ് ഗോ. ഇവർ മറ്റേ ഈ മുടീന്റെ എണ്ണ അങ്ങനത്തെ സംതിങ് എന്തോ സംഭവമാണ്, നമുക്ക് അയച്ചു നോക്കാം. അപ്പൊ അടുത്ത പേജ് വരുന്ന ചില ഹാപ്പി നീഡ്സ് പറഞ്ഞൊരു പേജും കഴിക്കുകയാണ്. ഇതെന്തോ ഗാഡ്ജറ്റ്സ് സംഭവമൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇവരെ ലൊക്കേഷൻ നമുക്ക് അറിയില്ല. ഇവർക്ക് ഒരു 1000 ഫോളോവേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവർക്കും അയച്ചു നോക്കാം. ഓക്കെ, ഇതൊരു ചലഞ്ച്, ജസ്റ്റ് ചലഞ്ചാണ്, ആരെടുക്കണമെന്നില്ല. ഓക്കെ, നമ്മൾ അവർക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബ്രാൻഡ് വെച്ചാൽ ഗൈസ് ഹരിദാസ് ക്യൂൻസ് പിക്കിൾസ് കഴിക്കാൻ. എന്തോ ഒരു അച്ചാർ കമ്പനീൻ്റെ എന്തോ സംഭവമാണ് തോന്നുന്നു ഗൈസ്. നമുക്ക് നല്ല ഇവർക്ക് അയച്ചു വെക്കാം. ഒരാളും കുറയാണ്ട് ഗൈസ്. കാരണം 3000 ഫോളോവേഴ്സ് ആയിട്ട് ഇവർക്ക് ഉണ്ട് ഇൻസ്റ്റയില്. ഓക്കെ, അവർക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് ഒരു കൊളാബ്. അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഒന്നുമില്ല ആരും. നമുക്ക് വെറുതെ ചലഞ്ചല്ലേ. പിന്നെ നമ്മൾ കുറേ ആപ്സ് ഇങ്ങനെ ചെറിയ മറ്റേ ഇങ്ങനത്തെ ചെറിയ ബ്രാൻഡ്സ് ഒക്കെ നമ്മൾ അയച്ചുകൊണ്ടിരിക്കലാണെങ്കിൽ അവർക്ക് സ്റ്റാർട്ടിങ്ങും പിന്നെ കുറച്ചധികം ഫോളോവേഴ്സ് ഇല്ല ടീംസും കഴിക്കുകയാണ്. പിന്നെ നമ്മൾ വലിയ ബ്രാൻഡ്സ് ആയിട്ട് അയക്കുക വെച്ചാൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റ് നമുക്ക് ഡെലിവറി ചെയ്യുന്ന ആപ്സാണ് ഫ്ലിപ്കാർട്ട് പോലെ, അങ്ങനത്തെ ഒരിക്കലും അയക്കുന്നില്ല. അവരെ കൂടാണ്ട് മറ്റ് വലിയ ബ്രാൻഡ്സിന് ഇങ്ങനെ മെസ്സേജ് അയക്കണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ നല്ല അയക്കുന്നതായിരിക്കും എൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. എൻ്റെ പാർട്ട് 2 വേണ്ടിക്ക് കമൻറ്റ് ചെയ്യും. നമ്മൾ അടുത്ത അയക്കാൻ പോകുന്ന വെച്ചാൽ ഫ്ലിപ്കാർട്ടും അയക്കാണ്. 1.2 കോടി ഫോളോവേഴ്സ് കഴിക്കാണ് ഇവർക്കില്ലേ. ഓക്കെ, ഇവര് ഫ്ലിപ്കാർട്ട് അറിയാത്ത ആളുണ്ടാവും അല്ലേ, ഇവർക്ക് അയച്ചു വെക്കാം. അഥവാ ബിരിയാണി കിട്ടിയാലും ചാൻസ് ഇല്ല. ഓക്കെ, ഇനി കുറച്ച് 2-3 വലിയ ബ്രാൻഡ്സും കൂടി ഇല്ലു. എന്നാൽ ഫ്ലിപ്കാർട്ട് ഇപ്പം തന്നെ എന്തോ അയച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ മെസ്സേജിങ് അസ്
വി ട്രൈ ടു ബി റെസ്പോൺസീവ് ആസ് പോസിബിൾ. നിങ്ങൾ കാണുന്നില്ല ഇടിപ്പുറത്ത്. ഓക്കെ, ഇതാണ് എന്താ പറയുക ഓട്ടോ ഡി എം ആക്കി വെച്ചാണ് അയക്കോ നോക്കാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ബ്രാൻഡ് വരുന്നത് ആമസോണും അയക്കുകയാണ്. ഓക്കെ, ഇവർക്ക് അയച്ചു നോക്കാം നമുക്ക്. ബ്രാൻഡാണ് ഒരു എന്താ പറയാ ഡെലിവറി ആപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് മിൻട്രയും അയക്കുകയാണ്. അവർക്ക് ഏതാണ്ട് 72 lakh ഫോളോവേഴ്സ് കഴിക്കുന്നുണ്ട്. 72 lakhs ഫോളോവേഴ്സ് കഴിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവർക്കും കൂടെ അയച്ചു. നമ്മൾ ചലഞ്ചിൽ എല്ലാവർക്കും അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറേ പേർക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ട് ഒരു 10-15 ആളും ഉണ്ടാവും മിനിമം. ഓക്കെ, നമ്മളങ്ങനെ അവർക്കും കൂടെ അയച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആഫ്റ്റർ 24 hours ഓർ ആഫ്റ്റർ 2 days നമുക്ക് എന്തായാലും മെസ്സേജ് അയച്ചു നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഒരു 2 ദിവസം കഴിയുന്നവരെ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ആഫ്റ്റർ 2 days നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും എന്തെങ്കിലും റിപ്ലൈ കിട്ടി നോക്കാം. ഏതെങ്കിലും ഒരു കൊളാബ് നമുക്ക് കിട്ടി നോക്കാം. കമോൺ. ഓക്കെ ഗൈസ്, ഒരു മെസ്സേജ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ആരാ നോക്കി നിങ്ങള് കാണുന്നുണ്ട്? അയാൾക്ക് അതന്നെ ഗൈസ്, മിൻട്രിങ് ആക്കി നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നാ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കമോൺ. പിന്നെ ഏതിക്കൂടെ മിൻട്രിയൊക്കെ നമുക്ക് കൊളാബ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇത് കഴിക്കാണ്. ഓക്കെ, നമുക്ക് നോക്കാം. Dear Jishnu, thank you for reaching out to us. We truly appreciate your interest. Currently, we are not welcoming collaboration activities. We hope to have understanding. Okay. ഇപ്പൊ അവരൊരു കൊളാബ് നോക്കുന്നില്ല എന്നാണ് അറിഞ്ഞേ. അവര് പറയുന്നത് അവർക്കൊരു കൊളാബിന് ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് എനിക്ക്. എന്നാലും കേസ് അവര് നമുക്ക് റിപ്ലൈ തന്നു. അതിന് തന്നെ ഒരു ബിഗ് ഷട്ട് ഔട്ട് കൊടുക്കാം മിന്ത്ര. ഓക്കെ, എന്താ അവർ തന്നെ കണ്ട കേസ്. താങ്ക് യു ഫോർ റീച്ചിങ് ടു ഔട്ട് ആസ്. അവരോട് നമ്മളിങ്ങനെ പറഞ്ഞതിന് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വി ട്രൂലി അപ്രിഷിയേറ്റ് യുവർ ഇൻട്രസ്റ്റ്. നമ്മളെ ഇൻട്രസ്റ്റ് അപ്രിഷിയേറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അത് ഈ കൊളാബ് താല്പര്യമില്ല. എന്തായാലും നമുക്ക് ഭാവിയിൽ നമുക്ക് ചാൻസ് ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി ഫോളോവേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കൊളാബ് കിട്ടാൻ നിങ്ങൾ സഹായിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു റിപ്ലൈയും കൂടി വന്നിട്ടുണ്ട് ഗൈസ്. അത് നമ്മൾ അയച്ചത് ടിനി ടോയ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് ആയിരുന്നു. ഞാൻ ചോദിച്ചതാ, എന്നിട്ട് ഞാൻ റിപ്ലൈ വെച്ച് യു ഡോണ്ട് ഹാവ് മച്ച് വ്യൂസ് റൈറ്റ്. നിങ്ങൾ കാരണം ഇപ്പൊ എന്റെ കൊലാബ് പോയി. പ്ലീസ് ഗൈസ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോസ് എല്ലാം ഒന്ന് കാണുകയിട്ട്. ഓക്കെ, നമുക്കത് 1000 മിനിമം ഒരു കയറി പോയ 1500 വ്യൂസ് നമുക്ക് കിട്ടുന്നില്ലോ. അടിപൊളി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ പോയി ഫോളോ ചെയ്യും. നമുക്കിത് കുറെ കൊളാബെല്ലാം കിട്ടിയിട്ട് അടിപൊളി ചലഞ്ചൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ആ ചലഞ്ചിൽ നമ്മുടെ ഭാവിയിൽ നിങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും ഗൈസ്. അപ്പം ഒന്ന് ഫോളോ ചെയ്യും. ഇപ്പൊ നമുക്കൊരു കൊളാബ് കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ കുറെ അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് ഓൺ വെച്ചിട്ടും നമ്മൾ വരുന്നതായിരിക്കും സൂൺ.